എന്താ ഇതൊക്കെ കണ്ടിട്ട് പറയാനല്ലേ? നന്നായിട്ടുണ്ട്. മാമ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? പറയടാ, സൂപ്പറാണോ? ഭാവിക്കുന്ന ആളാണ്. അപ്പൊ എന്തായാലും ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? ഓണം പൊളിയല്ലേ? ഓണം പൊളിയാണോ തിരുവനന്തപുരം പൊളിയാണോ? തിരുവനന്തപുരം പൊളിയാണ്. എന്തുകൊണ്ട് തിരുവനന്തപുരം പൊളിയാണ്? ഓണാഘോഷം, ഈ പ്ലോട്ടുകൾ എല്ലാം കൊണ്ട് ഈ പ്ലോട്ട് കണ്ട് എങ്ങനെയുണ്ട്? എന്താ തോന്നുന്നത്? എന്താ പറയാനുള്ളത്? ഇവിടെ വീട് എവിടെയാ? വട്ടിയൂർക്കാവ്. ഈ വട്ടിയൂർക്കാവുള്ള ആളുകൾക്ക് അങ്ങ് കാസർഗോഡുള്ള ആളോട് തിരുവനന്തപുരത്ത് എന്താ പറയാനുള്ളത്? ഇവിടെ വരിക, എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക. ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ട്രിവാൻഡ്രം എക്സ്പ്ലോർ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഈ അടുത്തെത്തി. എവിടെ എത്തിയേ? എറണാകുളം. തിരുവനന്തപുരം വലിയ ദൂരമൊന്നുമില്ല, കുറെ നേരത്തെ വരായിരുന്നു. ഇത്തവണ വന്നിട്ട് എന്താ തോന്നുന്നേ? അടിപൊളി. ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെയോ? രണ്ടൂർ ഒരേ വാചകമാണ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? വീട്ടില്ല. രക്ഷയില്ല. എന്തുകൊണ്ട് രക്ഷയില്ല? എല്ലാ പ്ലോട്ടും ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് എല്ലാം പോകുന്നത്. നല്ല വൈബ് സ്ഥലമാണ്. ഓണം പൊളിച്ചാ? പൊളിച്ച് കിടുക്കി. തകർത്ത് പിന്നല്ല. ചേച്ചി എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? അടിപൊളി. അപ്പൊ അങ്ങനെ ഓണാഘോഷം എല്ലാരും തകർത്ത് വാരി കിടുക്കിയും മിടിക്കുന്നൊക്കെയാണ് എല്ലാ മിടുക്കികളൊക്കെ പറയുന്നത്. അങ്ങനെ ഓണാഘോഷം അതിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള അവസാനത്തിലേക്കാണ് കടക്കുന്നത്. തന്നെയാ. യെസ്, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. അവിടുത്തെ വളരെ മനോഹരമായിട്ടുള്ള കലാപരിപാടികൾ, പ്ലോട്ടുകൾ ഇതെല്ലാം അതിൻ്റെ ഘോഷയാത്രയുടെ ഭാഗമാകുമ്പോൾ അത്രയധികം ഭംഗിയെന്ന് ആളുകളും അഭിപ്രായപ്പെടുന്നു. ആളുകളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഒരിക്കലെങ്കിലും ഇത് ആസ്വദിക്കണമെന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓണാഘോഷ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സമാപനമാണ്. ആ സമാപനം അല്പസമയത്തിനകം കിഴക്കേക്കോട്ടയിൽ അവസാനിക്കും. വലിയ ഘോഷയാത്ര ഒരുക്കിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ. വിവിധ വകുപ്പുകൾ പല രീതിയിൽ അതിനെ ഭംഗിയാക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അത്തരത്തിൽ വലിയ ആഘോഷത്തിന്റെ ഒരു സമാപനം, കൊടിയിറക്കമാണ് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ചെത്താം ഇടവേള.